നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കേരള PSC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാറ്റഗറി നമ്പർ 725/2025. സ്ഥാപനത്തിൻ്റെ പേര് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. ശമ്പളം 35,600 രൂപ മുതൽ 75,400 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ. SC/ST മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യതകൾ: അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനത്തിൻ്റെ കീഴിലുള്ള നിയമപരമായ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലോ ഇതേ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇവിടെ കാണിച്ചിരിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 4 ബുധനാഴ്ച രാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.keralapsc.gov.in. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.